സെറ്റ് സിയിലെ പ്രോബ്ലംസാണ് നമുക്ക് ഇനി അടുത്ത് ചെയ്യാനുള്ളത്. അതിൽ ഓരോ ഇൻവേഴ്സ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ്റെയും പ്രിൻസിപ്പൽ ബ്രാഞ്ച് അത് നന്നായി മനസ്സിലുണ്ടാവണം. അതായത് ഗ്രാഫ് ഓർത്താൽ മതി, എന്നാൽ തന്നെ അത് മനസ്സിൽ വന്നോളും. ഫസ്റ്റ് നമുക്ക് ഓരോ ഫംഗ്ഷനും അതിൻ്റെ ഡൊമൈനും റേഞ്ച് പ്രിൻസിപ്പൽ ബ്രാഞ്ചും ഒന്ന് എഴുതി നോക്കാം. ഫസ്റ്റ് സൈൻ ഇൻവേഴ്സ് ഡൊമൈൻ -1 1 ക്ലോസ് ഇൻ്റർവൽ റേഞ്ച് -π/2 to π/2. ഓക്കെ. സെക്കൻഡ് കോസ് ഇൻവേഴ്സ് ഡൊമൈൻ സെയിം, ഇവിടെയോ 0 to π. നെക്സ്റ്റ് കൊസീക്ക് ഇൻവേഴ്സ് ആയിക്കോട്ടെ. കൊസീക്ക് ഇൻവേഴ്സ് എന്ന് പറയുമ്പോൾ കൊസീക്ക് 1/sin എന്നുള്ളത് മനസ്സ് വന്നാൽ ക്ലിയർ ആണ്. ഇവിടെ റിയൽ സിസ്റ്റത്തിലൊക്കെ റെഡി ആവില്ല, അതിന് -1 1 ഒഴിവാക്കണം. റെഡി അല്ലേ? ഇവിടെയാണ് ഞാൻ പറഞ്ഞത് 1/sin ഓർത്ത് കഴിഞ്ഞാൽ സൈൻ 1/sin ഡിനോമിനേറ്ററിൽ 0 വരാൻ പാടില്ലല്ലോ. അപ്പോൾ π/2 -π/2 to π/2 എന്ന് 0 ഒഴിവാക്കണം. സൈൻ 0 വർക്ക് ചെയ്യില്ലല്ലോ. റെഡി. ഇനി സീക്ക് ഇൻവേഴ്സ് ഇത് പറയുമ്പോൾ സീക്ക് എന്ന് പറയുമ്പോൾ 1/cos ഓർത്താൽ ഇതിൽ മാറ്റം വരുന്നില്ല. ആ കോസ് ഓർത്താൽ 1/cos ഡിനോമിനേറ്ററിൽ കോസ് വരും, 0 വരില്ലപ്പോഴാണ് കോസിന് π/2 വരുമ്പോൾ. അപ്പോൾ π/2 ഒഴിവാക്കണം. ഇവിടെ കോസിന്ന് π/2 ഒഴിവാക്കണം. റെഡി അല്ലേ? അതായത് ഇവിടുന്ന് 0 ഒഴിവാക്കി, ഇവിടുന്ന് π/2 ഒഴിവാക്കി. ഇവിടെ സൈനിൽ 0 വരാൻ പാടില്ല, 0 ഒഴിവാക്കി. ഇവിടെ കോസിൽ 0 വരാൻ പാടില്ല, π/2 ഒഴിവാക്കി. റെഡി. ഇനി ടാൻ ഇൻവേഴ്സ് റിയൽ നമ്പേഴ്സ്, ഇവിടെയോ -π/2 to π/2 ഓപ്പൺ ഇൻ്റർവൽ. റെഡി. കോട്ട് ഇൻവേഴ്സ് ലാസ്റ്റ് സെയിം, ഇവിടെയോ 0 to π ഓപ്പൺ ഇൻ്റർവൽ. റെഡി അല്ലേ? അപ്പോൾ ഇത് ഈ സൈഡാണ് നമുക്ക് ഇതിൽ നിർബന്ധമായി ഓർത്തിരിക്കേണ്ട സാധനം ഈ സെക്ഷൻ ചെയ്യുന്ന സമയത്ത്. ഇനി നോക്കൂ പ്രോപ്പർട്ടി. ഇവിടെ ഈ ഫസ്റ്റ് നമ്മുടെ ഈ സെറ്റ് സിയിൽ യൂസ് ചെയ്യുന്ന പ്രോപ്പർട്ടി സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ എക്സ് ഈസ് ഈക്വൽ ടു എക്സ് ആണ്. ആ എക്സ് എവിടെ ആവണം? ദാറ്റ് എക്സ് ബിലോങ്സ് ടു ദിസ് പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച്. ഇവിടെ ആവണം, പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചിലാവണം ഈ എക്സ്. എന്നാലേ ഇവിടെ ദാറ്റ് ഈസ് ഈക്വൽ എക്സ് എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ. നെക്സ്റ്റ് കോസ് ഇൻവേഴ്സ് ഓഫ് കോസ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ്. ഇതും അതുപോലെ എക്സ് ബിലോങ്സ് ടു 0 to π. ഇവിടെ കൊസീക്ക് ഇൻവേഴ്സ് ഓഫ് cosec x is equal to x. Similarly, sec inverse of sec x is equal to x. Tan inverse of tan x is equal to x. Cot inverse of cot x is equal to x. ഇവിടെ ഓരോന്നിലും ആ എക്സ് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെയുള്ള പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചിൽ തന്നെ ആയിരിക്കണം, എന്നാലേ നമുക്ക് ഈക്വൽ ടു എക്സ് എഴുതാൻ പറ്റുള്ളൂ. അതാണ് ഈ പ്രോപ്പർട്ടി. ഇത് ബോക്സ് കറക്റ്റ് മനസ്സിലുണ്ടായാൽ നമുക്ക് സെറ്റ് സിയിലെ പ്രോബ്ലംസ് വളരെ ഈസിയായി ചെയ്തു പോവാം. ഓക്കെ. നമ്മളിപ്പോൾ എഴുതിയ ആ ബോക്സിലെ കാര്യങ്ങൾ വളരെ ഷോർട്ടായിട്ട് മനസ്സിൽ നിൽക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു ഡയഗ്രാം ഓർക്കുക. ഫസ്റ്റ് -π/2 to π/2. -π/2 π/2 വരുന്ന ആരൊക്കെയാണ്? പ്രിൻസിപ്പൽ ബ്രാഞ്ച്. അവിടെ സൈൻ ഇൻവേഴ്സ് അല്ലേ? പിന്നെയോ കൊസീക്ക് ഇൻവേഴ്സ് അവിടെ വരുമല്ലോ, 1/sin അല്ലേ കൊസീക്ക് ഇൻവേഴ്സ്. പിന്നെയോ ടാൻ ഇൻവേഴ്സ്. റെഡി. അതിൽ കൊസീക്ക് ഇൻവേഴ്സിൽ ആണെങ്കിൽ 0 ഒഴിവാക്കണമെന്നേ ഉള്ളൂ. ടാൻ ഇൻവേഴ്സ് ആകുമ്പോൾ ഓപ്പൺ ഇൻ്റർവൽ ആണെന്നേ ഉള്ളൂ. എന്തായാലും -π/2 π/2 ആണ് അല്ലേ? ഇപ്പോൾ ഈ 3 ആൾക്കാർ -π/2 π/2 എടുക്കാന്നുള്ള ഓർക്കുക. ഇവിടെയോ 0 to π. അവിടെ നമുക്ക് ഇവിടെ ഇല്ലാത്ത ആൾക്കാർ അല്ലേ കോസ് ഇൻവേഴ്സ് ഉണ്ടാവും. പിന്നെ
സീക്ക് ഇൻവേഴ്സ് 1/cos സീക്ക് ഇൻവേഴ്സ് വരും. പിന്നെ കോട്ട് ഇൻവേഴ്സ്. ഈ മൂന്നാൾക്കാർ ഇവിടെ, ഈ മൂന്നാൾക്കാർ ഇവിടെ. ഓക്കെ, ഇത് ഓർമ്മ ഉണ്ടാവണം. ഇനി അതിൽ ബേസിക് ആയിട്ടുള്ള 4 ക്വസ്റ്റ്യൻസ്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ, സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ π/4. അതിൽ നമുക്ക് അറിയുന്ന റിസൾട്ട് എന്താ? സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ x = x എന്നാണ്. പക്ഷെ ആ എക്സ് അതിൻ്റെ പ്രിൻസിപ്പൽ ബ്രാഞ്ചിലാവണം. അതായത് ഇവിടെ -π/2 π/2 ഇടയിലാവണം അല്ലേ? അതല്ലേ സൈൻ ഇൻവേഴ്സ് ഇവിടെ ഉള്ളത്. അപ്പോൾ π/4 ആണ് എഴുതുന്നത്. π/4 45 ഡിഗ്രി അല്ലേ? 45 ഡിഗ്രി ഇവിടെ അല്ലേ ഉണ്ടാവുക? ഇടയിലാണല്ലോ. അപ്പോൾ ധൈര്യം എഴുതാം, ദാറ്റ് ഈസ് ഈക്വൽ ടു π/4. സെക്കൻഡ് ക്വസ്റ്റ്യനോ, കൊസീക്ക് ഇൻവേഴ്സ് ഓഫ് കൊസീക്ക് ഓഫ് π/3. π/3 60 ഡിഗ്രി. കൊസീക്കും ഇവിടെ തന്നെയാണ് അല്ലേ? അപ്പോൾ 60 ഡിഗ്രി ഇവിടെ തന്നെ ഉണ്ടാവും. 90 താഴെ തന്നെയാണല്ലോ. ഓക്കെ, അപ്പോൾ ഇതും അതുപോലെ π/3 ധൈര്യമായിട്ട് എഴുതാം. അടുത്ത് നോക്കൂ, കോട്ട് ഇൻവേഴ്സ് ഓഫ് കോട്ട് 2π/3. 2π/3 π/3 60 × 2, അപ്പോൾ 120 ഡിഗ്രി. 120 ഡിഗ്രി കോട്ട് എവിടെയുള്ളത്? ഇവിടെയാ? അല്ല, ഇവിടെയാണ് അല്ലേ? അപ്പോൾ 120 ഡിഗ്രി വരുന്നുണ്ട്. അപ്പോൾ 120 ഡിഗ്രി എന്ന് പറയുമ്പോൾ 180 ഡിഗ്രി താഴെയാണല്ലോ, ഇവിടെ വരും. കുഴപ്പമില്ല, പ്രിൻസിപ്പൽ ബ്രാഞ്ചിലാണിത്. അപ്പോൾ ധൈര്യം എഴുതാം, ദാറ്റ് ഈസ് ഈക്വൽ ടു 2π/3. ഓക്കെ, ലാസ്റ്റ് കോസ് ഇൻവേഴ്സ് ഓഫ് കോസ് ഓഫ് 5π/6. 5/6 ആണ് 30 ഡിഗ്രി. 30 × 5 150 ഡിഗ്രി അല്ലേ? 150 ഡിഗ്രി. കോസ് എവിടെയുള്ളത്? ഇവിടെയാണ്. 180 വരെ വരാമല്ലോ അല്ലേ? 150 ആയിട്ടില്ലല്ലോ. അപ്പോൾ ഇതും ഇവിടെ ഉണ്ടാവും, പ്രിൻസിപ്പൽ ബ്രാഞ്ചിലാണ്. അപ്പോൾ കറക്റ്റ് എഴുതാം, 5π/6. ഈ 4 ക്വസ്റ്റ്യൻസ് കറക്റ്റ്. ഈ വാല്യൂസൊക്കെ പ്രിൻസിപ്പൽ ബ്രാഞ്ചിലെ വാല്യൂസ് ആയതുകൊണ്ട് ഡയറക്റ്റ് നമുക്ക് എല്ലാം എഴുതാൻ പറ്റി അല്ലേ? ഈസി എഴുതാൻ കഴിയും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ, സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ 2π/3. ദാറ്റ് ഈസ് ഈക്വൽ ടു, നമ്മൾ നേരത്തെ ചെയ്ത പോലെ ദാറ്റ് ഈസ് ഈക്വൽ ടു 2π/3 എന്ന് എഴുതണമെങ്കിൽ ഈ 2π/3 എവിടെ വേണം? പ്രിൻസിപ്പൽ ബ്രാഞ്ചിൽ വരണം. 2π/3 എന്ന് പറഞ്ഞാൽ 120 ഡിഗ്രി. 120 ഡിഗ്രി ഇവിടെ വരില്ലല്ലോ, ഇവിടെ 120 ഡിഗ്രി ഇവിടെ അല്ലേ വരിക അല്ലേ? അപ്പോൾ ഇത് പറ്റില്ല. ദാറ്റ് ഈസ് ഈക്വൽ ടു, ദാറ്റ് ഈസ് 2π/3 ഇസ് നോട്ട് ബിലോങ്സ് ടു അവർ പ്രിൻസിപ്പൽ ബ്രാഞ്ച്. അപ്പോൾ അത് പ്രിൻസിപ്പൽ ബ്രാഞ്ചിലാക്കണം. സോ അങ്ങനെ എഴുതാം, സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ 2π/3 നമുക്ക് π-π/3 എന്ന് എഴുതാം അല്ലേ? സോ ദാറ്റ് ഈസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ π/3. സൈൻ π - x ആണ് സൈൻ എക്സ്. റെഡി? ഇവിടെ ഇത് സെക്കൻഡ് ക്വാഡ്രൻ്റ് ആണ് അല്ലേ? സെക്കൻഡ് ക്വാഡ്രൻ്റിൽ സൈൻ പോസിറ്റീവ് ആണ്. സെക്കൻഡ് ക്വാഡ്രൻ്റിൽ സൈൻ പോസിറ്റീവ് ആണ്. അപ്പോൾ ഇത് പോസിറ്റീവ് ആക്കി എടുത്താൽ മതി. ദാറ്റ് ഈസ് ഈക്വൽ ടു π/3. ഓക്കെ, π/3 നമുക്ക് എഴുതാം. π/3 60 ഡിഗ്രി. 60 ഡിഗ്രി ഇവിടെ വരുമല്ലോ. ഓക്കെ, ഫിനിഷ്. ഇത് നോക്കൂ, സൈൻ എക്സിൻ്റെ ഗ്രാഫ് ഇങ്ങനെയല്ലേ വരിക? സൈൻ എക്സിൻ്റെ ഗ്രാഫിൽ ഇവിടെ π/2 വരും. ഇവിടെ ഇത് 120 ഡിഗ്രി. 120 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഏകദേശം ഇവിടെ വരും അല്ലേ? ഈ 120 ഡിഗ്രീൻ്റെ ഔട്ട്പുട്ട് ഇവിടെ വരിക. ഇവിടെ അല്ല അതിൻ്റെ ഔട്ട്പുട്ട് വരിക. അപ്പോൾ ഇതേ ഔട്ട്പുട്ട് വരുന്ന മറ്റൊരു എക്സ് വാല്യൂ ഇവിടെ ഉണ്ടാവുമല്ലോ അല്ലേ? സെയിം ഔട്ട്പുട്ട് അല്ലേ? അപ്പോൾ ഈ 120 ഡിഗ്രിക്ക് പകരം നമുക്ക് ഈ ആംഗിൾ കിട്ടിയാൽ മതി. പോരെ? രണ്ടിനും സെയിം ഔട്ട്പുട്ട് അല്ലേ? ഈ ആംഗിൾ കിട്ടിയാൽ മതി. അപ്പോൾ ഇത് 120 ഡിഗ്രിയാണ് ഇവിടെ ഉണ്ടാവുക. നമുക്ക് ഈ 120 ഡിഗ്രിക്ക് അതേ ഔട്ട്പുട്ട് വരുന്ന ഒരു വാല്യൂ ഇവിടെ കിട്ടണം, പ്രിൻസിപ്പൽ ബ്രാഞ്ചിൽ കിട്ടണം. ആ വാല്യൂ ആണ് തേടി പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമുക്കിവിടെ കിട്ടിയ എത്രയാണ്? 60 ഡിഗ്രി. π/3. അപ്പോൾ 120 ഡിഗ്രീൻ്റെ ഔട്ട്പുട്ടും 60 ഡിഗ്രീൻ്റെ ഔട്ട്പുട്ടും സെയിം ആണ് സൈൻ എക്സിൽ. ഇപ്പോൾ 120ക്ക് പകരം 60 ആക്കി. അതാണ് സംഭവിക്കുന്നത്. അടുത്ത ക്വസ്റ്റിലേക്ക് വരാം. ടാൻ
ഇൻവേഴ്സ് ടാൻ 3π/4. ഓക്കെ, നേരത്തെ ആംഗിള് 2π/3 ആയിരുന്നു അല്ലേ. ഇവിടെ തന്നത് 3π/4 ആണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഡിജിറ്റ് കൂടുതലാണ് ഇവിടെയെങ്കിൽ, ന്യൂമറേറ്ററേക്കാളും ഒരു ഡിജിറ്റ് കൂടുതലാണ് ഇവിടെയെങ്കിൽ, ഇവിടെ ഇത് നമുക്ക് നേരത്തെ π- സ്റ്റൈൽ എഴുതിയാൽ മതി. π-π/3. ഓക്കെ, അതേ സ്റ്റൈൽ ഇവിടെ എങ്ങനെ എഴുതാം? π-π/4 ആണ് π/4 അല്ലേ. അങ്ങനെ എഴുതിയാൽ മതി. ഒന്ന് കുറവാണെങ്കിൽ, തൊട്ടടുത്ത രണ്ട് നമ്പേഴ്സ് ആണെങ്കിൽ ഒരു കുഴപ്പമില്ല. π-π/4. ഇനി ഇപ്പോൾ 5π/4 ആണെങ്കിലോ, ഒന്ന് കൂടുതലാണെങ്കിലോ, അല്ല അപ്പം π+ എഴുതണം അല്ലേ. π+π/4. 7π/6 ആണെങ്കിലോ, കൂടുതലാണല്ലോ, π+π/6 എഴുതിയാൽ മതി. പ്ലസ് ഒന്ന് കുറവാണെങ്കിൽ, ന്യൂമറേറ്ററിൽ ഒന്ന് കുറവാണെങ്കിൽ π-. എപ്പോഴും ആവശ്യമുള്ള സംഗതിയാണ്, പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി പറയുന്നുള്ളൂ. ഇനി 3π/4 ദാറ്റ് ഈസ് ഈക്വൽ ടു 3π/4 എന്ന് എഴുതണമെങ്കിൽ ഇത് പ്രിൻസിപ്പൽ ബ്രാഞ്ചിൽ വരണം അല്ലേ. π/4 45 ഡിഗ്രി ഇൻറ്റു 45 ഡിഗ്രി ഇൻറ്റു 3 135 ഡിഗ്രി ആവും. 135 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഒരിക്കലും പ്രിൻസിപ്പൽ ബ്രാഞ്ചിൽ വരില്ല അല്ലേ. ടാൻ ഇൻവേഴ്സ് ഇവിടെ ഉള്ളത്. അപ്പോൾ 135 ഇവിടെ ഉണ്ടാവുക, സെക്കൻഡ് ക്വാർട്ടറിൽ ഉണ്ടാവുക. അപ്പോൾ അത് പ്രിൻസിപ്പൽ ബ്രാഞ്ചിൽ വരില്ല. അപ്പോൾ 3π/4 നേരത്തെ ചെയ്ത പോലെ ചെയ്യാം. ടാൻ ഇൻവേഴ്സ് ടാൻ π-π/4 എഴുതാം അല്ലേ. 3π/4 ആയി. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് ടാൻ π/4. ശ്രദ്ധിക്കേണ്ട കാര്യവും ഇവിടെ ഇത് സെക്കൻഡ് ക്വാഡ്രൻ്റ് ആണ്. സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ ടാൻ നെഗറ്റീവാണ് അല്ലേ. ടാൻ നെഗറ്റീവാണ്. പക്ഷെ ഇവിടെ ഇത് പോസിറ്റീവ് ആക്കി എഴുതുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം, ഇത് മൈനസ് കൊടുക്കണം. റെഡി? ടാൻ ഇൻവേഴ്സ് ഓഫ് -tan π/4. സെക്കൻഡ് ക്വാർട്ടറിലാണിത്. സെക്കൻഡ് ക്വാർട്ടർ ടാൻ നെഗറ്റീവാണ്, അപ്പോൾ മൈനസ് കൊടുക്കണം. ദാറ്റ് ഈസ് ഈക്വൽ ടു, നമ്മുടെ പ്രോപ്പർട്ടിൻ്റെ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ടാൻ ഇൻവേഴ്സ് ടാൻ x എന്നാണ്. അടുക്ക് മൈനസ് ഒന്നുമില്ലല്ലോ. ആ സ്റ്റൈൽ എഴുതുക. ടാൻ ഇൻവേഴ്സ് ഓഫ് ടാൻ -π/4 എന്ന് എഴുതാം. ആ മൈനസ് ഇവിടെ ഇടാം. റെഡിയല്ലേ? നമുക്കറിയാമല്ലോ ടാൻ -θ എന്ന് പറഞ്ഞാൽ -tan θ ആണ്. ആ പ്രോപ്പർട്ടി ഉപയോഗിച്ചും അങ്ങനെ എഴുതാം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു -π/4. -π/4 എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ ബ്രാഞ്ചിൽ വരും. റെഡിയല്ലേ? സോ ദിസ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ടാൻ ഇൻവേഴ്സ് ഓഫ് ടാൻ 7π/6 അല്ലേ. 7 വരുമ്പോൾ നേരത്തെ പറഞ്ഞു, ഒന്ന് കൂടുതലാകുമ്പോൾ നമുക്ക് പറയാം ടാൻ ഇൻവേഴ്സ് ഓഫ് ടാൻ π+π/6 അല്ലേ. കണ്ടാൽ തന്നെ അറിയാം π+180 210 ഡിഗ്രി ആയി. 210 ഡിഗ്രി എന്ന് പറഞ്ഞാൽ അത് ഏത് ക്വാഡ്രൻ്റായി? തേർഡ് ക്വാഡ്രൻ്റായി. ഇവിടെ എത്തി, പ്രിൻസിപ്പൽ ബ്രാഞ്ചിലല്ല അല്ലേ. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് ടാൻ π/6 എഴുതാൻ പറ്റുമോ നോക്കുക അല്ലേ. തേർഡ് ക്വാഡ്രൻറ്റിൽ ടാൻ പോസിറ്റീവാണ് അല്ലേ. ടാൻ പോസിറ്റീവ് ആകുമ്പോൾ ഇങ്ങനെ എഴുതിയാൽ മതി. നേരത്തെ മൈനസ് കൊടുത്ത പോലെ ഇവിടെ മൈനസ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു π/6. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. കോസ് ഇൻവേഴ്സ് ഓഫ് കോസ് 7π/6. നേരത്തെ അതേ ആംഗിൾ തന്നെയാണ്. 7π/6 ദാറ്റ് ഈസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് ഓഫ് തേർഡ് ക്വാഡ്രൻ്റ് ആണ്. തേർഡ് ക്വാഡ്രൻ്റിൽ എന്തായാലും വരില്ലല്ലോ, സെക്കൻഡ് വരെയല്ലേ വരുള്ളൂ ഇവിടെ. അപ്പോൾ കോസ് π+π/6 നേരത്തെ എഴുതിയ പോലെ എഴുതാം. 210 ഡിഗ്രി തന്നെയാണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് ഓഫ് കോസ് π/6 ആണോ നോക്കണേ. അതായത് തേർഡ് ക്വാഡ്രൻ്റ് ആണ്. തേർഡ് ക്വാർട്ടറിൽ കോസ് നെഗറ്റീവാണ് അല്ലേ. അപ്പോൾ ഇവിടെ നേരത്തെ ടാൻ ആയിരുന്നു, ടാൻ പോസിറ്റീവ് ആയിരുന്നു. പക്ഷേ ഇവിടെ കോസ് ആണ്. കോസ് തേർഡ് ക്വാർട്ടറിൽ നെഗറ്റീവാണ്, മൈനസ് കൊടുക്കണം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു കോസ് ഓഫ് -θ ഈസ് ഈക്വൽ ടു -cos θ ആണോ? അല്ല.
പ്ലസ് കോസ് തെറ്റിയാണ്. അപ്പോൾ ഈ മൈനസ് ഉള്ളിലെടുത്തിട്ട് കാര്യമില്ല, ഇതുപോലെ മൈനസ് എഴുതിയിട്ട് കാര്യമില്ല. അപ്പോൾ ഇവിടെ വേറൊരു ഐഡിയ യൂസ് ചെയ്യണം. ദാറ്റ് ഈസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് ഓഫ് കോസ് പൈ മൈനസ് പൈ ബൈ 6 ആക്കി എഴുതണം. ഓക്കെ, ഇവിടെ പൈ പ്ലസ് പൈ ബൈ 6 ആണ്, ഇവിടെ പൈ മൈനസ് പൈ ബൈ 6 ആണ്. ഇത് തേർഡ് ക്വാർട്ടറിലായിരുന്നു, ഇത് സെക്കൻഡ് ക്വാർട്ടറിലെത്തി. ഇത് പ്രിൻസിപ്പൽ ബ്രാഞ്ചിലല്ല, സെക്കൻഡ് എത്തിയപ്പോൾ പ്രിൻസിപ്പൽ ബ്രാഞ്ചിലായി. ഓക്കെ, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് ഓഫ് കോസ് 6 മൈനസ് 1 5 പൈ ബൈ 6 ആയി. ഓക്കെ, ഈ പ്രോബ്ലം നേരത്തെ ചെയ്തിട്ടുണ്ട്. ഇത് എത്ര ഡിഗ്രിയാണ്? 30 × 5 150 ഡിഗ്രി. 150 ഡിഗ്രി ഇവിടെ വരുമല്ലോ അല്ലേ? 150 ഡിഗ്രി ഇവിടെ വരും. സോ 5 പൈ ബൈ 6 ഫിനിഷ്. അടുത്ത പ്രോബ്ലം നോക്കൂ. കോസ് ഇൻവേഴ്സ് കോസ് 13 പൈ ബൈ 6. 13 പൈ ബൈ 6. 6ൻ്റെ ഡബിളിന് മേലുണ്ടല്ലേ അവിടെ അല്ലേ? അപ്പോൾ നമുക്കിങ്ങനെ എഴുതാം. കോസ് ഇൻവേഴ്സ് ഓഫ് കോസ് 2 പൈ, ഡബിളിന് മേലെ 2 പൈ എഴുതാം. പൈ ബൈ 6 12 + 1 13. റെഡിയാ? ഓക്കെ, അപ്പോൾ 2 പൈ എന്ന് പറയുമ്പോൾ 0 2 പൈ ഇവിടെ തന്നെ വരും അല്ലേ? 2 പൈ പ്ലസ് ഫസ്റ്റ് ക്വാഡ്രൻറ്റിലെത്തി. ഫസ്റ്റ് ക്വാഡ്രൻറ്റ് തന്നെയാണ്. അപ്പോൾ ഫസ്റ്റ് ക്വാഡ്രൻറ്റ് എല്ലാവരും പോസിറ്റീവ് ആണല്ലോ. അപ്പോൾ നമ്മൾ നേരിട്ട് എഴുതാം. കോസ് ഇൻവേഴ്സ് ഓഫ് ഇത് നേരിട്ട് പൈ ബൈ 6 തന്നെ എഴുതിയാൽ മതി. ഫസ്റ്റ് ക്വാഡ്രൻ്റ് ആണ്, ഫസ്റ്റ് ക്വാർട്ടറിൽ കോസ് പോസിറ്റീവ് ആണ്, മൈനസും കൊടുക്കേണ്ട ആവശ്യമില്ല, നേരിട്ട് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു പൈ ബൈ 6 എത്തി. പൈ ബൈ 6 നമ്മുടെ പ്രിൻസിപ്പൽ ബ്രാഞ്ചിൽ വെട്ടതാണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു പൈ ബൈ 6. അടുത്ത നോക്കൂ. സൈൻ ഇൻവേഴ്സ് സൈൻ 3 പൈ ബൈ 5. That is equal to sin inverse of pi by 5 into 3. 180 degree അല്ലേ? 108 degree. സൈൻ്റെ കേസാണെങ്കിൽ 108 ഇവിടെ വരിക, പ്രിൻസിപ്പൽ ബ്രാഞ്ചിൽ വരില്ല. അപ്പം പ്രിൻസിപ്പൽ ബ്രാഞ്ചിൽ ആക്കണം. നേരത്തെയൊക്കെ ഈ രണ്ട് നമ്പർ തമ്മിലൊരു കണക്ഷൻ ഉണ്ടായിരുന്നു അല്ലേ? ഒന്ന് കൂടുതലോ ഒന്ന് കുറവൊക്കെ ആയിരുന്നു. അപ്പോൾ ഇതൊന്ന് ആലോചിച്ച് എഴുതിയാൽ മതി. സൈൻ പൈ മൈനസ് 2 പൈ ബൈ 5 അല്ലേ? 5 മൈനസ് 2 3 ആയി. ഓക്കെ, ഇനി ദാറ്റ് ഈസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ 2 പൈ ബൈ 5. ഓക്കെ, ഇവിടെ എത്രയായി? 36 × 2 72 ഡിഗ്രി. 72 ഡിഗ്രി ആകുമ്പോൾ അത് ഫസ്റ്റ് ക്വാഡ്രൻ്റാണ്. അപ്പോൾ പ്രിൻസിപ്പൽ ബ്രാഞ്ചിൽ വന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 പൈ ബൈ 5. ഓക്കെ, ഇവിടെ നോക്കൂ. നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻസിന് ചെറിയൊരു മാറ്റമുണ്ട് ഇവിടെ അല്ലേ? നേരത്തെ ചെയ്തിരുന്നത് സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ എക്സ് ഈക്വൽ ടു എക്സ്. ദാറ്റ് എക്സ് ബിലോങ്സ് ടു മൈനസ് പൈ ബൈ 2 ടു പൈ ബൈ 2 അല്ലേ? ഇവിടെയുള്ളതോ സൈൻ ഓഫ് സൈന ഫസ്റ്റ് സൈൻ ഇൻവേഴ്സ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് തന്നെയാണ്. ഇവിടുത്തെ എക്സ് ബിലോങ്സ് ടു -1 to 1 ആണ്. അതിൻ്റെ മാറ്റമുണ്ട് അല്ലേ? ഇവിടെ സൈൻ എക്സ് ഈ ആംഗിള് -π/2 + π/2 ഇടയിൽ വരണം. ഇവിടെ സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ആണ്. എക്സിൻ്റെ വാല്യൂ -1 നും 1 നും ഇടയ്ക്ക് വരണം. അതിന് മാറ്റമുണ്ട്. ഈ സെക്കൻഡ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെയുള്ള 11 to 15 വരെ ഉള്ളത്. സെക്കൻഡ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ചെയ്ത് നോക്കൂ. ഇവിടെ സീക്ക് ഇൻവേഴ്സ് ഓഫ് -3/2 അല്ലേ? sec inverse of x is x. Sin inverse of x is x. 5/13. നേരിട്ട് ധൈര്യമായിട്ട് എഴുതാം. കാരണം ഇവിടെ സൈൻ ഇൻവേഴ്സ് ഓഫ്
13/5. ഇതിൽ ഇത് -1 വണ്ടി എടുക്കല്ലോ, അങ്ങനെ ക്വസ്റ്റ്യൻ ഉണ്ടാവില്ല. ആ ക്വസ്റ്റ്യൻ തെറ്റല്ലേ, അപ്പോൾ ഇതുണ്ടാവില്ല. ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുള്ളൂ, നേരിട്ട് എഴുതിയാൽ മതി. 5/13 ധൈര്യം എഴുതാം, ഒരു കുഴപ്പമില്ല. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ, തേർഡ് ക്വസ്റ്റ്യൻ. സൈൻ ഓഫ് കോസ് ഇൻവേഴ്സ് ഓഫ് എന്നാണ്. ഇവിടെ സൈൻ ഓഫ് സൈൻ ഇൻവേഴ്സ് ഓഫ് ആയിരുന്നു, ഇവിടെ സൈൻ ഓഫ് കോസ് ഇൻവേഴ്സ് ഓഫ് എന്നാണ്. അപ്പോൾ അവിടെ എങ്ങനെ വരിക? ഇവിടെ നോക്കൂ, ഇതിൽ ഈ കോസ് ഇൻവേഴ്സിനെ സൈൻ ഇൻവേഴ്സ് ആക്കാൻ പറ്റുകയാണെങ്കിൽ കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഇവിടെ നോക്കൂ, ഇതിനൊരു തൽക്കാലം ഒരു എക്സ് എന്ന് വിളിക്കാം. നമുക്ക് പരിചയമുള്ള വാല്യൂസാണ് 4ഉം 5ഉം ഒക്കെ. അപ്പോൾ ഇവിടെ കോസ് ഇൻവേഴ്സ് ഓഫ് 4/5 എന്ന് പറഞ്ഞാൽ എക്സ് ആണെങ്കിൽ കോസ് എക്സ് എന്താവും? 4/5 ആവും അല്ലേ. ഇവിടെ എക്സ് എടുത്താൽ എക്സ്, ഇവിടെ അഡ്ജസൻറ്റ് ബൈ ഹൈപ്പോട്ടനസ് 4/5 റെഡിയല്ലേ, 4/5. അപ്പോൾ സൈൻ എക്സ് എന്താവും? ഇവിടെ 4 ആണെങ്കിൽ ഇവിടെ എന്ത് വരണം? 3 വരണം. പരിചയമുള്ള ട്രയാങ്കിൾ അല്ലേ, 3/5. അപ്പോൾ എക്സ് എന്തായി? എക്സ് ഈസ് സൈൻ ഇൻവേഴ്സ് ഓഫ് 3/5 എന്നായി. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, സൈൻ ഓഫ് കോസ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് സൈൻ ഇൻവേഴ്സ് ഓഫ് 3/5 ഇങ്ങനെ എഴുതാം. അപ്പോൾ ഇനി നേരിട്ട് എഴുതാലോ, ദാറ്റ് ഈസ് ഈക്വൽ ടു 3/5. ആൻസർ ആയില്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ, ഇവിടെയുള്ളത് കോസ് ഓഫ് സൈൻ ഇൻവേഴ്സ്. തിരിച്ച് ഇവിടെ സൈൻ ഓഫ് കോസ് ഇൻവേഴ്സ് ആയിരുന്നു, ഇവിടെ കോസ് ഓഫ് സൈൻ ഇൻവേഴ്സ്. അതുപോലെ നമുക്ക് എഴുതാലോ, ആ ട്രയാങ്കിൾ ഓർമ്മ ഉണ്ടായാൽ പോരെ. ട്രയാങ്കിൾ 17 സൈനാണ്, അപ്പോൾ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടനസ്. ഇവിടെ എത്ര വരും? ഇപ്പോൾ 289 - 64 15 അല്ലേ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു കോസ് ഓഫ് കോസ് ഇൻവേഴ്സ്, സൈൻ ഇൻവേഴ്സിൽ കോസ് ഇൻവേഴ്സ് ആയി, അഡ്ജസൻറ്റ് ബൈ ഹൈപ്പോട്ടനസ് 15/17. ദാറ്റ് ഈസ് ഈക്വൽ ടു 15/17. ഫിനിഷ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ, ഇവിടെ എളുപ്പമുള്ള വാല്യൂ ആണ്, 3/4 ആണ്. ടാൻ ആണ്, ഇവിടെ കോസും ആണ്. 3/4 ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ് 3/4, ഇവിടെ 5 വരും അല്ലേ. അപ്പോൾ കോസ് ഓഫ് കോസ് ഇൻവേഴ്സ് ഓഫ് കോസ് ഇൻവേഴ്സ് ആകുമ്പോൾ അഡ്ജസൻറ്റ് ബൈ ഹൈപ്പോട്ടനസ് 4/5. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 4/5. ഇത്രയേ ഉള്ളൂ. നമുക്ക് അതിന് ലാസ്റ്റ് സെക്ഷനിൽ പോവാം. 3 ക്വസ്റ്റ്യൻസ് ബാക്കിയുണ്ട്. ഇത് തൊട്ട് മുമ്പ് ചെയ്ത ക്വസ്റ്റ്യൻസിൻ്റെ അതേ സ്റ്റൈൽ തന്നെയാണ് അല്ലേ, ചെറിയൊരു മാറ്റം. ഇവിടെ എക്സ് ആണെന്നല്ലേ ഉള്ളൂ. നേരത്തെ ആ എക്സിൻ്റെ പൊസിഷനിൽ 5/3 അല്ലെങ്കിൽ 17/8 എന്നൊക്കെ ആയിരുന്നു അല്ലേ, ആ ഒരു P/Q സ്റ്റൈലായിരുന്നു. ഇവിടെ എക്സ് എന്നേ ഉള്ളൂ. ഇതിനെങ്ങനെ ആക്കാമല്ലോ അല്ലേ, x/1 ആക്കാമല്ലോ. അപ്പോൾ നമുക്ക് സൈൻ ഓഫ് സൈൻ ഇൻവേഴ്സ് എന്ന സ്റ്റൈലാക്കാൻ പറ്റുമോ നോക്കുക. അങ്ങനെ ആക്കുകയാണെങ്കിൽ ഈസി ആയില്ലേ. നേരത്തെ ചെയ്ത അതേ സ്റ്റൈലിൽ നമുക്കിവിടെ ട്രയാങ്കിൾ വരച്ച് നോക്കാം. എന്നിട്ട് കോട്ട് എന്ന് പറയുമ്പോൾ അഡ്ജസൻറ്റ് ബൈ ഓപ്പോസിറ്റ് അല്ലേ. അപ്പോൾ x/1 ക്ലിയറിൻ്റെ. അപ്പോൾ ഇവിടെ എന്ത് വരണം? റൂട്ട് ഓഫ് x² + 1 റെഡി അല്ലേ. അപ്പോൾ നമുക്ക് സൈൻ ഓഫ് സൈൻ ഇൻവേഴ്സ് ഓഫ് എന്ത് വരിക? ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടനസ് അല്ലേ. സൈൻ്റെ 1/√of x² + 1 that is equal to sin of sin inverse of x is x 1/√of x² + 1. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതൊന്ന് ട്രൈ നോക്കുന്നാല് കോസ് ഓഫ്
ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ്. ഇവിടെ ടാൻ എക്സ് അപ്പോൾ ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ്, ഇപ്പോൾ എക്സ് ബൈ 1 അല്ലേ. എന്ത് വരും? ഇവിടെ ഇതേപോലെ തന്നെ എക്സ് സ്ക്വയർ പ്ലസ് 1 അല്ലേ, എക്സ് സ്ക്വയർ പ്ലസ് 1. സോ ദാറ്റ് ഈസ് കോസ് ഇൻവേഴ്സ് അപ്പോൾ അഡ്ജസൻറ്റ് ബൈ കോസ് വരുമ്പോൾ അഡ്ജസൻറ്റ് ബൈ ഹൈപ്പോട്ടനസ് അല്ലേ കോസ്. അപ്പോൾ 1/√of എക്സ് സ്ക്വയർ പ്ലസ് 1, ദാറ്റ് ഈസ് 1/√of എക്സ് സ്ക്വയർ പ്ലസ് 1. ഒരു ക്വസ്റ്റ്യൻ കൂടെ. ഇവിടെ സൈൻ ഇൻവേഴ്സിൻ്റെ കേസാണ്. സൈൻ ഇൻവേഴ്സ് എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടനസ്, അപ്പോൾ എക്സ് ബൈ 1 അല്ലേ. നമുക്ക് ഇവിടെ എന്ത് വരും? 1 മൈനസ് വരിക, 1 മൈനസ് എക്സ് സ്ക്വയർ അല്ലേ. അപ്പോൾ ദാറ്റ് ഈസ് കോസ് ഇൻവേഴ്സ് വരണം. കോസ് ഇൻവേഴ്സ് വരണമെങ്കിൽ അഡ്ജസൻറ്റ് ബൈ ഹൈപ്പോട്ടനസ് √of 1 മൈനസ് എക്സ് സ്ക്വയർ ബൈ 1 ഇതിൻ്റെ ആവശ്യമില്ലല്ലോ. ദാറ്റ് ഈസ് √of 1 മൈനസ് എക്സ് സ്ക്വയർ. ഓക്കെ, ഫിനിഷ്.